അമ്പൈത്തുകാർ 50 പേരെ റസൂല് വഹദ് യുദ്ധത്തില് കയറ്റി നിർത്തി എന്ന് പറഞ്ഞില്ലേ? ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തില് ശത്രു സൈന്യം പിന്നിലൂടെ ആക്രമിക്കാതിരിക്കാന് ആ അമ്പൈത്തുകാരുടെ ജബലുർ റുമാത്താണ് ആളുകൾ കേറി നിൽക്കുന്നത്. അവിടെ കേറി നിന്നാൽ യാതൊരു പുണ്യമില്ല. ആൾക്കാരോട് മണ്ണ് വാരാൻ വേണ്ടിയിട്ട് ആ കാണുന്നതിന്റെ ഇപ്പോഴുള്ള വലുപ്പത്തിനേക്കാൾ അതിന്റെ ഒരു കാഭാഗം ഇനിയും ഉണ്ടാവും. ഈ മണ്ണ് മാന്തി പോയതാ. ഓക്കെ, ഇവിടെ ഒരു സമയം പറയാം. അതായത് എല്ലാവരും കീപ്പ് ചെയ്താൽ പിന്നെ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. നമ്മളവിടെ സാധനം വാങ്ങിയിട്ട് ടൈമുകളാണ്. ഇതിന്റെ വലത് ഭാഗത്തായിട്ട് ഉപരി ശുഹദാക്കളുടെ ഖബറുകളുണ്ട്. ഉഹുദുമല നടന്നത് ഇവിടെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മദീന നമ്മളിപ്പോ വന്നത് ഏത് ഭാഗത്തുനിന്നാ? നമ്മൾ വന്നത് അവിടെയാണ്. മസ്ജിദ് നബവി ഇതൊക്കെ വരുന്നത് അവിടെയാണ്. ആ ആളുകൾ നിൽക്കുന്നതാണ് ജബലുർ റുമാ. ജബലുർ റുമാത്തിൽ വരുന്ന ചില ഖബറുകളൊക്കെ ആളുകൾ കാണിക്കുന്നത്. ഇന്നതാണ് എന്ന് ഉള്ളി പറയാൻ നമുക്ക് കൃത്യമായി ഖബറുകളുള്ള ഏരിയ അല്ലേ? പ്രവാചകന്റെ പിന്നിലാണ് ജബലുർ റുമാത്ത്. യുദ്ധം നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യം ഏകദേശം കമ്പടിച്ച ഈ ഒരു ഏരിയയിലാണ്. അങ്ങനെ മനസ്സിലാക്കിയത് ഈ ഒരു ഭാഗത്ത് ശത്രുക്കൾ ജബലുകൾ. പിന്നെ മദീനയുടെ ഏറ്റവും വലിയ പ്രത്യേകത മദീന മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം. ശ്രദ്ധിച്ചാൽ മദീന നമ്മൾ വരുമ്പോൾ ഒക്കെ 4 ഭാഗത്ത്. അതുകൊണ്ടാണ് ഖന്തഖ് യുദ്ധത്തിൽ സൽമാൻ ഫാരിസി കിടങ്ങ് ഒഴുക്കാൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ആരെങ്കിലും കൂടെ ഉണ്ടാകും. സ്ലോ മോഷൻ എടുത്തത് എങ്ങനെ കുറച്ച് ആൾക്കാരെ ഇവിടെ നിർത്തിക്കാണ്ട് നിങ്ങൾ ഇവിടെ നിർത്തി യുദ്ധം മുതലുണ്ടല്ലോ. അപ്പൊ വാരിക്കൂട്ടൻ ബാക്കിയുള്ള ആൾക്കാരല്ലോ. അപ്പൊ ഇവൻ എന്ത് ചെയ്ത് നബി പറഞ്ഞേ കേൾക്കാതെ ഓല് യുദ്ധം മുതൽ വാരിക്കൂട്ടൻ. അപ്പൊ ശത്രുക്കൾ പോയി എന്ന് വിചാരിച്ചു ഇവര്. നബി പറഞ്ഞ അങ്ങനെ വാരിക്കൂട്ടുന്നത് അങ്ങോട്ട് പോരാൻ നോക്കിയപ്പോൾ ഇവിടെ ഒക്കെ വാരിട്ടാണ് വാരിക്കൂട്ടുന്നത്. ആ സോയിലാണ് അപ്പൊ നബി പറഞ്ഞേ നിഷേധിച്ചു. അതാണ് ഒരു പരാജയം ഉപരി എന്നൊരു കാരണം.
ഓല് വന്നപ്പോൾ അപ്പോൾ പിന്നെ എന്ത് ചെയ്ത് ശത്രുക്കൾ എന്ത് ചെയ്ത് സുഹൃത്തുമലയോളം കൂലിയുണ്ട് നമ്മളൊരു മയ്യത്തിന്റെ കൂടെ നടന്ന്